ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻ്റൽ സ്ട്രെസ്സ്, ടെൻഷൻ ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും ആ ഒരു അനുഭവങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും ഒന്നുകിൽ ആ ഒരു ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം അല്ലേ. അതും പല കാരണത്താലൊക്കെ ആയിരിക്കും നമുക്ക് സ്ട്രെസ്സും ടെൻഷനെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് കടങ്ങൾ മൂലം ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലത്തെ പ്രഷർ, അങ്ങനെ ടെൻഷനുള്ളവരുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വല്ലാണ്ട് ടെൻഷൻ വരാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് ടെൻഷൻ അടിക്കാനായിട്ട്. അപ്പോൾ ഇതുമൂലമൊക്കെ ഞാനും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന സമയത്തും എല്ലാം എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നപ്പോൾ എനിക്കതെല്ലാം വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ രാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ നേരത്തെ വൈകി എഴുന്നേറ്റുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ വൈകി എഴുന്നേൽക്കുന്നത് മൂലം എനിക്ക് യാതൊരുവിധ ഗുണവും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് ഒന്നുകൂടി സ്ട്രെസ്സും തലവേദനയും എല്ലാം കൂടും എന്നല്ലാണ്ട്, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നല്ലാണ്ട് എനിക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് 4 മണി വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഞാൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നി. എനിക്ക് ആ ഒരു ദിവസം മൊത്തം പോസിറ്റീവായിട്ടിരിക്കാനും എനർജറ്റിക്കായിട്ടിരിക്കാനും എല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ മാറ്റം വരുത്താൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതുപോലെ തന്നെ അത് യൂസ്ഫുള്ളാവും. ഇപ്പം രാവിലെ എഴുന്നേൽക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ അത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ പ്രാർത്ഥന ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളും, പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഒരുപക്ഷെ പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ, ഇപ്പോൾ യോഗ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ യോഗ, എക്സസൈസ് കാര്യങ്ങൾ, ബുക്സ്, നല്ല നല്ല ബുക്സൊക്കെ ആ സമയത്ത് വായിക്കാം, മ്യൂസിക് കേൾക്കാം. അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം കേട്ടോ. പിന്നെ എല്ലാം നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാലാണെങ്കിലും എനിക്ക് പണി ചെയ്യാനൊക്കെ, നമുക്ക് ടെൻഷൻ ഉള്ളപ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ പണികളൊന്നും തീരാത്ത പോലെ തോന്നും, നമുക്ക് പണി ചെയ്യാനായിട്ടൊക്കെ മടി ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കാം എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ മെലഡി സോങ്സ്, ഇപ്പോൾ 80s-ലും 90s-ലൊക്കെയുള്ള ഒരുപാട് മെലഡീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ പണികൾ എങ്ങനെയാണ് തീരുന്നതെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റില്ല. എൻ്റെ മനസ്സ് നല്ല ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഭക്തിഗാനങ്ങളൊക്കെ ആയിരിക്കും ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അത് എനിക്ക് നല്ലൊരു മെഡിസിനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിലൊക്കെ നമ്മളുടെ പണികൾ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലോട്ട്, അപ്പോൾ നമ്മൾക്ക് വേണ്ടാത്ത ആ ഒരു ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് നമ്മളിങ്ങനെ ടെൻഷനൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, നമ്മളുടെ ശരീരം നമുക്ക് നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഒഴിവാക്കാം. നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ തന്നെ ഒന്ന് കണ്ണാടിയിലൊന്ന് നോക്കിക്കോളൂ. നമ്മളിങ്ങനെ ടെൻഷൻ അനുഭവിക്കുന്നത് മൂലം നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മളുടെ മുടി വളരെ കൂടുതലായിട്ട് നമ്മുടെ മുടി നരയ്ക്കാൻ തുടങ്ങും, നമ്മുടെ സ്കിൻ ചുളിയാൻ തുടങ്ങും, കണ്ണ് കൊഴിഞ്ഞ് അവിടെ ബ്ലാക്ക് കളർ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്താ പറയുക, പ്രായമായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഏജ് ആകുമ്പോൾ നമ്മളെല്ലാവരും പ്രായമാകും, പക്ഷേ നമ്മൾ നേരത്തെ തന്നെ നമ്മളൊരു വയസ്സായിട്ടുള്ള ആ ഒരു ഏജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യുക, നമ്മളുടെ കൈകാലുകളൊക്കെ നോക്കിക്കൊള്ളൂ. ചുളുങ്ങി നമ്മൾ ഒട്ടും ഒരുങ്ങാണ്ട് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക അല്ലേ. എന്താ പറയുക, പെഡിക്യൂർ നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഫേഷ്യൽ പെഡിക്യൂറൊക്കെ ചെയ്ത് നമ്മൾ നല്ല സുന്ദരിയായിട്ടിരുന്ന് നല്ല പ്ലസൻ്റായിട്ടിരിക്കാൻ നോക്കിക്കോളൂ. നമുക്ക് ഒരുപാട് വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ കൂടിയും നമ്മൾ ഓഫീസിൽ എല്ലാവരുമായിട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ടെൻഷൻ നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യാണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്, പക്ഷെ അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണമില്ല. ടെൻഷൻ അടിച്ച് വെറുതെ ഇരുന്നിട്ട് നമുക്കൊരു ഫലം അതിലില്ല. അപ്പോൾ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോഴാണെങ്കിലും എല്ലാവരുമായിട്ടൊന്ന് പ്ലസൻ്റായിട്ട് ചിരിച്ച് ഒന്ന് പെരുമാറി നോക്കിയോളൂ, അവരും നമ്മളോട് അങ്ങനെ തന്നെ പെരുമാറും. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദിവസം നമുക്ക് പോസിറ്റീവായിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കുറേ മാറ്റങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ തന്നെ ഒരുക്കി നമ്മളെ തന്നെ ഒരു ഭംഗിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ കുഞ്ഞ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.